നിരോധിത എയർഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങി. 2 ദിവസം കൊണ്ട് 390 കേസിലായി 5.18 ലക്ഷം രൂപ പിഴ ഈടാക്കി. ഹൈക്കോടതി ജഡ്ജിയുടെ കാറിനെ ഇത്തരം എയർഹോൺ അടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ ശല്യം ചെയ്തതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധന ശക്തമാക്കിയത്. ഇവ വീണ്ടും വ്യാപകമായതോടെ ഗതാഗത സെക്രട്ടറിയോടും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഒരാഴ്ചത്തെ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. കോതമംഗലം ബസ് സ്റ്റാൻഡ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സമീപത്ത് കൂടി അമിതമായി ഹോൺ മുഴക്കി സ്വകാര്യ ബസ് പാഞ്ഞുപോയതും നടപടി കടുപ്പിക്കാൻ കാരണമായി. പരിശോധനയിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സൂപ്പർ ചെക്കിംഗ് സ്ക്വാഡിനെയും കമ്മീഷണർ രൂപവൽക്കരിച്ചിട്ടുണ്ട്. സ്ക്വാഡ് നടത്തുന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ എയർഹോൺ കണ്ടെത്തിയാൽ ആ പ്രദേശത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന എയർഹോണുകൾ പൊതുസ്ഥലത്ത് വെച്ച് റോഡ് റോളർ കയറ്റി നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. എന്നാൽ കമ്മീഷണർ വാട്സാപ്പിൽ നൽകിയ ഈ സന്ദേശം നിയമപരമായി നിലനിൽക്കുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ട്. എയർഹോൺ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇവ പിടിച്ചെടുക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്കില്ല. അനധികൃത ഘടകങ്ങൾ വാഹനങ്ങളിൽ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചുമത്താവുന്നതാണ്. രജിസ്ട്രേഷൻ റദ്ദാക്കാതിരിക്കാൻ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇവ നീക്കി വാഹനം ഹാജരാക്കാൻ നിർദ്ദേശവും നൽകാം. എയർഹോണുകൾ വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിടിച്ചെടുക്കുന്നത്. സാധാരണ ഇവ ഓഫീസുകളിൽ സൂക്ഷിക്കാറുണ്ട്. നശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയാകുമെന്ന ഭയം ഉദ്യോഗസ്ഥർക്കുണ്ട്. 90 മുതൽ 125 ഡെസിബൽ വരെയുള്ള ഹോണുകളാണ് വാഹനങ്ങളുടെ ഇനമനുസരിച്ച് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ 120 മുതൽ 170 ഡെസിബൽ ശബ്ദമുണ്ടാക്കുന്ന എയർ ഹോണുകളുണ്ട്. ഇവയുടെ ഉപയോഗം കർണപുടത്തിന് തകരാർ, കേൾവിക്കുറവ് എന്നിവയുണ്ടാക്കും. നിരത്തിലെ മറ്റു ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിച്ച് അപകടത്തിനും വഴിയിടും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.